Ghost in the Shell Part 2. കുറെ നേരമായില്ല അൽമാരി അടയ്ക്കാൻ പോയിട്ട്. ഞാനാണെങ്കിൽ ബാക്കിയുള്ള പ്രേതകഥ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരമായി പോയിട്ട്. എവിടെ പോയി കിടക്കാനാവോ? പോയി നോക്കാവുന്നു. അൽമാരിയുടെ ഫ്രണ്ടിൽ ബോധം കെട്ടി കിടക്കുന്ന അല്ലുവിനെയാണ് ഞാൻ കണ്ടത്. ഞാൻ അല്ലുവിനെ എഴുന്നേൽപ്പിച്ചു. അല്ലു എഴുന്നേക്കടാ, അല്ലു എഴുന്നേക്ക്, ബാക്കി കഥ പറയാം. ഇനി നമുക്ക് ബാക്കി കഥ പറയാം. എടാ, നമ്മൾ കഥ എവിടെ വെച്ചാ നിർത്തിയേ? ആ കുട്ടീനെ കടിച്ചപ്പോ. ഇപ്പൊ കിട്ടി, പ്രേതം കടിച്ചു ആ കുട്ടീനെ. എന്തുട്ടാ, അൽമാരി അടയ്ക്കാൻ പോയ അനിയനെ കാണാനില്ല. അപ്പൊ അവന്റെ ചേട്ടൻ അവനെ നോക്കാൻ പോയിട്ടാ. എന്റെ ചേട്ടൻ ബാക്കിയുള്ള കഥ ആലോചിച്ചോണ്ടിരിക്കുന്നു. കുറെ നേരമായിട്ട് അവന്റെ അനിയനെ കാണാനില്ല. അപ്പൊ എന്തുട്ടാ, അവൻ നോക്കാൻ പോയിട്ടാ. അവന്റെ ചേട്ടൻ നോക്കാൻ പോയി. അടയ്ക്കാൻ പോയ അനിയനെ കുറെ നേരം കാണാനില്ല. അപ്പൊ അവന്റെ ചേട്ടൻ അൽമാരിയുടെ അടുത്തേക്ക് പോയി. അൽമാരിയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോ ആ ചേട്ടന്റെ അനിയൻ അൽമാരിയുടെ ഫ്രണ്ടിൽ ബോധം കെട്ടി കിടക്കുകയായിരുന്നു. അതാണ് അവന്റെ ചേട്ടൻ കണ്ടത്. ഞാൻ നേരത്തെ അൽമാരിയുടെ ഫ്രണ്ടിലേക്ക് പോയപ്പോ പെട്ടെന്ന് എന്റെ ബോധം പോയി. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ എന്നെ എണീപ്പിച്ചത്. ഇപ്പൊ എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. എടുത്തു തരുമോ? വെള്ളം വേണമെങ്കിൽ നീ തന്നെ പോയി എടുത്താൽ മതി. എന്നാ ഞാൻ തന്നെ പോയിട്ട് എടുത്തോളാം. വെള്ളം കുടിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും ബാക്കിയുള്ള കഥ ആലോചിക്കട്ടെ. പെട്ടെന്ന് പോയിട്ട് വെള്ളം എടുക്കുന്നത് ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കിച്ചണിന്ന് അല്ലു വന്നിട്ടില്ല. ഒന്ന് പോയി നോക്കാം. ഇതെന്താ കിച്ചന്റെ ഡോർ തുറക്കാത്ത? ഒന്ന് കൊട്ടി നോക്കാം. എന്താട്ടെ ഈ രാത്രി സൗണ്ട് ഉണ്ടാക്കണേ? ഞാനൊരു സ്വപ്നം കണ്ടു, നിന്നെ പ്രേതം വന്ന് കടിക്കുന്നത്. ഇന്നലെ കഥ പറഞ്ഞിട്ട് ഉറങ്ങി. എന്നെ പ്രേതം കടിച്ചില്ല. നമുക്ക് കിടന്നുറങ്ങാം.